ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ 1ാം ഘട്ട ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ കീ ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എക്സാം എഴുതിയ കൂട്ടുകാർ ഒരുപാട് പേരുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എഴുതിയവർക്ക്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മളിപ്പോൾ ആൻസർ കീ ചെക്ക് ചെയ്തിട്ട് എത്ര മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എത്ര അറ്റംപ്റ്റ് കൊടുത്തു എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ ഇത് നോക്കിക്കഴിയുമ്പോൾ ഏകദേശം എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പറയുക കേട്ടോ. നമുക്ക് നോക്കാം. 2ാം ഘട്ടത്തിലേക്ക് തയ്യാറെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കുക. ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നോക്കാം. 1ാമത്തെ ചോദ്യം. ഇത് നമ്മൾ A കോഡാണ് കേട്ടോ നോക്കുന്നത്. 1ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയാണ്? ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോ രൂപീകരണം എന്നിവയാണ്. 1, 3, 4 എന്നിവയാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിരിക്കുന്ന ഒന്നും തന്നെ ശരിയല്ല. താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗം അല്ലാത്തത്? ഏതാണ് ഭാഗം അല്ലാത്തത്? 4ാമത് തന്നിരിക്കുന്ന ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണം എന്ന് ഈ നിയമം നിർബന്ധിച്ചു എന്നതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ 4 മാത്രം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? ആരൊക്കെയായിരുന്നു? TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞിരാമൻ. മുകളിൽ പറഞ്ഞവരെല്ലാം തന്നെ വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കളാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 5ാമത്തെ ചോദ്യം. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ് എന്നത്. ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ 1ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. അപ്പൊ ഈ 1, 3 ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള സ്രോതസ്സുകളെ കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 4ഉം സ്റ്റേറ്റ്മെന്റ്സ് ശരിയല്ല. 2ാമത്തേതും 4ാമത്തേതും തെറ്റാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച തുഫത്തുൽ മുജാഹിദീൻ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചരിത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിവസേനയുള്ള പൂജകൾ നടത്തുന്നതിനായി ടിപ്പു സുൽത്താൻ വാർഷിക ഗ്രാന്റ് അനുവദിച്ചതായി ക്ഷേത്രരേഖകൾ തെളിയിക്കുന്നു. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 4ഉമാണ് ശരിയല്ലാത്തത്. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. 1ാമത്തേത് ശരിയാണ്. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു. 2ഉം ശരിയാണ്. ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. 1, 2, 4 എന്നിവയാണ് ശരി. 3ാമത്തേത് തെറ്റാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 8ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക, മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക. 4ഉം തന്നെ ശരിയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? ഇവിടെ B ഓപ്ഷൻ ആണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 3ഉം ശരിയാണ്. 1903 ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. 1914 മന്നത്തു പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്?
ഇവിടെ 9th ആൻസർ ബി ആണ് കേട്ടോ. 9ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ബി ആണ്. 10ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. അതും ശരിയാണ്. 1, 2, 3 എന്നിവയാണ് ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അവ കൃത്യമായ ഉയരത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നു. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കാൻ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല എന്നതാണ് ആൻസർ. ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയകളും ജിയോമോർഫിക് പ്രോസസ്സസ് തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നതിൽ ഏതാണ്? ഒരു പെരിഗ്ലേഷ്യൽ പ്രദേശം, അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും വസ്തുക്കളുടെ സ്ഥാനചലനത്തിനും ക്രമീകൃത ഭൂതല രൂപീകരണത്തിനും കാരണമാകുന്നു എന്നതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. 13ാമത്തെ ചോദ്യം, ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണ്? പടിഞ്ഞാറൻ ഘട്ടങ്ങൾ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയങ്ങൾ, ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ചു കൂടിയുള്ള ഓറോഗ്രാഫിക് ഫലങ്ങൾ, കാറ്റിന്റെ വഴിത്തിരിവ്, മഴനിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഭാരതീയ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണ്ണയിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം എന്നാണ് ചോദിച്ചത്. അന്തർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ ITCZ എന്നതിന്റെ സ്ഥാനമാറ്റം, ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രതിഘാതങ്ങൾ, ഓറോഗ്രാഫിക് എഫക്ട്സ് ആണ്. ENSO സംഭവങ്ങൾ, എൽനിനോ, ലാനിന എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് 15ാമത്തെ ചോദ്യം, പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യപ്രവർത്തനങ്ങളിലുമുള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിവരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇത് കാലാവസ്ഥ ഗേറ്റ്വേ ആയി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. 16ാമത്തെ ചോദ്യം, സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഏകദേശം ഒന്ന് കവർ ആയിട്ടുണ്ട്, ബാക്കി നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം എന്ന് അറിയപ്പെടുന്നത്? ഏതാണ്? NNP ആണ്. ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം, ദേശീയ ഉൽപ്പന്നം, ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് ദേശീയ വരുമാനം എന്ന് അറിയപ്പെടുന്നത്. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ഏതാണ്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 5ാം പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹട്ടാവോ ലക്ഷ്യമിട്ടിട്ടുള്ളത്. 18ാമത് ചോദ്യം, നീതി ആയോഗിന്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെയാണ്? നീതി ആയോഗിന്റെ ഘടനയെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ ചെയർമാനാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഡി ഓപ്ഷൻ മാത്രമേ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്തത്, നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു എന്നതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമാക്കി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വരുമാനക്കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏതാണ്? വരുമാനക്കമ്മിയും ധനക്കമ്മിയും, ഫിസ്ക്കൽ ഡെഫിസിറ്റും അതുപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചെലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത്
കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവാണ്. ഓപ്ഷൻ എ ആണ്. 21ാമത് ചോദ്യം. എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച സംരംഭമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന് പറയുന്നത്. താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചിട്ടുള്ളത്? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ ഭരണ പരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്. 1ഉം 2ഉം വകുപ്പുകളാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ഭരണ പരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്. വിവരാവകാശ നിയമത്തിലെ സെഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഏതാണ് അത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അഴിമതിയും അതുപോലെ മനുഷ്യാവകാശ ലംഘനങ്ങളും വരുന്ന സാഹചര്യത്തിലാണ് വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്. 2ഉം 3ഉമാണ് ഓപ്ഷൻ ബി. 23ാമത് ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്? ഏതാണ്? 1985 ഭരണഘടനയിൽ ചേർത്തു എന്നത് ശരിയാണ്. 52ാം ഭേദഗതി പ്രകാരമുള്ള നിയമമാണ്. 10ാം ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3ഉം തന്നെ ശരിയാണ്. ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വകുപ്പ് വൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4 P's എന്ന് അറിയപ്പെടുന്നു. അവ ഏതെല്ലാമാണ്? ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും എന്നതാണ്. ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും എന്നതാണ്. 1, 3 and 4 സ്ഥാനക്കയറ്റം അതിൽ ഉൾപ്പെടുന്നില്ല. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയമാണ് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്നത്. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നാഗാലാൻഡ്, മിസോറാം, ജമ്മു ആൻഡ് കാശ്മീർ, മേഘാലയ 4ഉം തന്നെ ഈ ഒരു പരിധിയിൽ വരുന്നതാണ്. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്തത് ഇവ 4ഉമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് എന്നാണ്? നവംബർ 26 അംഗീകരിക്കപ്പെട്ടത്. 1949. ജനുവരി 26, 1950 നിലവിൽ വരികയും ചെയ്തു. അതൊരു എളുപ്പമായിട്ടുള്ള ചോദ്യമായിരുന്നു അല്ലേ? ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ് ഏതാണ്? വകുപ്പ് 356 ആണ്. ആർട്ടിക്കിൾ 356 ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42ാം ഭേദഗതി. 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൊട്ടുകൂടായ്മ നിർത്തലാക്കലാണ് ആർട്ടിക്കിൾ 17 പരാമർശിക്കുന്നത്. 31ാമത് ചോദ്യം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണ് ഇത്? ദുരവസ്ഥയിലെ വരികളാണ് കേട്ടോ. ദുരവസ്ഥയിലെ വരികളാണിത്. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടതാണ് കടമനിട്ട എന്ന സ്ഥലം? കടമനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത് ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ്? പടയണിയാണ് കേട്ടോ. പടയണി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? അയ്യ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. അയ്യ വൈകുണ്ഠസ്വാമികൾ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ ഏതാണ്? സിനിമ നിർമാല്യമാണ് കേട്ടോ. നിർമാല്യം. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ നിർമാല്യം. അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏതാണ്? സമുദ്രശിലയാണ്. സമുദ്രശില. അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന നോവലാണ് സമുദ്രശില. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ.
ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ്? സ്വദേശാഭിമാനിയാണ്. സ്വദേശാഭിമാനി. ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം ഏതാണ്? ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായിട്ട് 1920 ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിബറോ എന്ന പദം വോളിബോളുമായി ബന്ധപ്പെട്ടതാണ്. ലിബറോ വോളിബോൾ. ബംഗ്ലാദേശിന്റെ ദേശീയ കളി, ബംഗ്ലാദേശിന്റെ ദേശീയ ഗെയിം ഏതാണ്? കബഡിയാണ്. കബഡി. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തത് മുകളിൽ പറഞ്ഞവയൊന്നും അല്ല എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്, ഹാർഡ് ഡിസ്ക് ഏതാണ്? ഹാർഡ് ഡിസ്ക് എന്നത് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക് എന്നത്. 43ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? മൈക്രോസോഫ്റ്റ് ടീംസ് ഉണ്ട്, അതുപോലെ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നുണ്ട്, സൂമും ഉപയോഗിക്കുന്നുണ്ട്. 1, 2, 3 എന്നിവയാണ് ശരി. ഓപ്ഷൻ ബി. ഓൺലൈൻ ഹരാസ്മെന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓൺലൈൻ ഹരാസ്മെന്റ് സൈബർ ബുള്ളിയിങ് വിഭാഗത്തിൽ പെടുന്നു. ലാൻ, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രമാണ്. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു എന്നത് ശരിയാണ്. ലാനിന് വാനിനേക്കാൾ വേഗത ഉണ്ട് എന്നതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ 4ാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. ലാനിന്റെ പൂർണ്ണനാമം ലാർജ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് ഏകദേശം എത്താനായിട്ട് പറ്റും. 50-50 നമ്മൾ എത്തും. ബാക്കി നമ്മൾ കണ്ടെത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കുറച്ച് എളുപ്പമായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച് ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഏതാണ്? എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ആചരിച്ചു വരുന്നു. എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം ആചരിച്ചു വരുന്നത്. 1ാമത്തേത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇത് ചന്ദ്രയാൻ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ്. അതുപോലെ ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. 1, 3, 5 എന്നിവയാണ് ശരി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 1, 3, 5 എന്നിവ ശരിയാണ്. പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F = G m1m2/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇത് G and R എന്നിവ യഥാക്രമം എന്താകുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ് G എന്നത്. അതുപോലെ പിണ്ടത്തിന്റെ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരമാണ് R എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആഗോള താപന സാധ്യത ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWPയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹവാതകം കൊടുക്കുന്ന താപത്തിന്റെ അളവ് സൂചിപ്പിക്കുന്നു. എന്ത്? GWP എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1 ശരിയാണ്. GWP പലപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. ഇതും ശരിയാണ്. അതിനുശേഷം 5ാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയേ. ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ശരിയാണ്. ഒന്നിലധികം ഹരിതഗൃഹവാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാകുന്നതിനും ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു. 1, 4, 5 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി ശരിയായ ഗ്രൂപ്പിങ്ങുകൾ തിരിച്ചറിയുക. ശരിയായ ഗ്രൂപ്പിംഗ് ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുള്ളതാണ്. ആക്റ്റീവ് അഡ്സോർപ്ഷൻ, അപ്റ്റാമേഴ്സ്, MXenes, ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ് എന്നതാണ് ആ ഒരു ശരിയായിട്ടുള്ള ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് തന്നിട്ടുള്ളത്. അടുത്തത് 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക. ഏതാണത്? ലിവർമോറിയമാണ്. 51. അപ്പൊ നമ്മുടെ GK സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മാത്സ് ആണ് വരുന്നത്. നമ്മൾ ആൻസർ നോക്കി പോവാം.
51ാമത് ചോദ്യം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 52 ബി ആണ്. 53 ബി. 54 എ ആണ്. 54 എ. 55 ഡി ഓപ്ഷൻ ആണ്. 56ാമത് ചോദ്യം. 56ാമത് ചോദ്യം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 57 ബി ആണ്. 57 ബി ആണ്. 58 സി ആണ്. 59 ഡി ഓപ്ഷൻ. 60 എ ആണ്. 60 എ ആണ്. 60. അടുത്ത ചോദ്യം 61. 61ന്റെ ആൻസർ ബി ആണ് വരുന്നത്. 36 എന്നതാണ്. 62 എ ആണ്. 0. 63 ഡി ആണ്. 31 എന്നത്. 64 വരുന്നത് ഡി ഓപ്ഷൻ ആണ്. 64 ഡി ആണ്. 180 ഡിഗ്രി വരുന്നുണ്ട്. 65ാമത് ചോദ്യം ഓപ്ഷൻ സി ആണ്. 18. 66ാമത് ചോദ്യം സി. 66ാമത് ചോദ്യത്തിന് ആൻസർ സി ആണ്. 17. 66 സി ആണ്. 67 ഡി ഓപ്ഷൻ ആണ്. 20. 67 ഡി ആണ്. 68 ബി ഓപ്ഷൻ ആണ്. ബി ആണ്. 324. 69ാമത് ചോദ്യത്തിന്റെ ആൻസർ ബി ആണ്. 1/3 എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 70ാമത് ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 66. ഇനി ഇംഗ്ലീഷ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് 71ാമത് ചോദ്യം എന്താണ്? ആൻസർ സി ആണ് കേട്ടോ. ആൻസർ സി ആണ്. ബോത്ത് 2 and 3 ആണ്. ആരിൻഡൈ അതുപോലെ ആമിൻഡൈ എന്നിവ രണ്ടും തന്നെ ശരിയായിട്ട് വരും. ഓപ്ഷൻ സി ആണ്. 72ാമത് ചോദ്യം ഡി ആണ്. ഫ്രം എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 73ാമത് ചോദ്യം ബി ആണ്. ഡിഡിൻ ദേ എന്നതാണ് ശരിയായിട്ടുള്ളത്. 74ാമത് ചോദ്യം സി. ദി യങ് മാൻ വാണ്ടഡ് ടു നോ വേർ ദി ബസ് സ്റ്റാൻഡ് വാസ് എന്നതാണ് ശരിയായിട്ടുള്ളത്. ദി സിംഗർ പെർഫോംഡ്. 75ാമത് ചോദ്യത്തിന്റെ ആൻസർ ഡി ആണ്. മെലോഡിയസ്ലി അറ്റ് ദി കൺസേർട്ട് ഫോർ 2 hours. അടുത്തത് 76. 76ാമത് ചോദ്യം ഓപ്ഷൻ സി. ബോത്ത് ആൻഡ് എന്നതാണ് വരുന്നത് ആൻസർ ആയിട്ട്. 77ന്റെ ആൻസർ ബി ആണ്. ബി. ദർ ആർ നോ ഫ്യൂവർ ദാൻ 50 packets of noodles in the carton. 78ാമത് ചോദ്യത്തിന് ആൻസർ ബി ആണ്. വിൽ ഹാവ് ബീൻ പ്ലേയിങ് എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 79 എ ആണ്. ഈസ് ദി ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ അസ് ടുഡേ എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 79 എ ആണ്. 80ന്റെ ആൻസർ എന്താണ്? 80ന്റെ ആൻസർ സി ആണ്. ഹിസ് ടീച്ചർ ട്രൈ ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസ്. 81ാമത് ചോദ്യത്തിന്റെ ആൻസർ എ ആണ്. ഇംപൗണ്ടഡ് എന്നതാണ്. 82 ബി ആണ്. ഓൺ ക്ലൗഡ് 9 എന്നതാണ്. 83 സി. ഡിബട്ട് എന്നതാണ്. 84 വരുന്നത് എ ആണ്. ഫെയിലിയർ ആണ്. ഫെയിലിയർ. 85 ബി ആണ്. 86 ബി ആണ് വരുന്നത്. 87 ഡി ആണ്. ആൻസർ പ്ലീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 88 എ. ബ്രോക്ക് ഇൻ ടു. 89 സി ആണ്. 90 ബി ആണ് വരുന്നത്. ഫിനോമിന എന്നാണ് വരുന്നത്. ഇനി മലയാളം ലാസ്റ്റ് സെറ്റാണ്. 91. താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷയായ പദരൂപം ഏതാണ്? മലയാള പരിഭാഷയാണ് ചോദിച്ചത്. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷയാണ് മാനക ഭാഷ എന്നത്. മാനക ഭാഷ. സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? മാനക രേഖാംശം അങ്ങനെ. അടുത്തത് പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപമാണ് പ്രേക്ഷക. പ്രേക്ഷക. താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? താക്കോൽ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ താഴ് അധികം കോൽ എന്നാണ് വരുന്നത്. താഴ് അധികം കോലാണ് താക്കോൽ എന്നത്. താക്കോൽ. താഴ് അധികം കോൽ. താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏതാണ്? 94ാമത്തെ ചോദ്യമാണ്. വിദ്യാർത്ഥി എന്ന് ഇപ്രകാരം എഴുതുന്നതാണ് ശരിയായിട്ടുള്ള പദരൂപം. 95 ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഇതിൽ ഓപ്ഷൻ ഡി ആണ്. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ഇവിടെ ബിയും ഡിയും ഏകദേശം ഒരുപോലെ ഉണ്ട്. ഇവിടെ തുറന്ന് എന്നുകൂടെ തന്നിട്ടുണ്ട്. അത് തെറ്റാണ്. അത് വേണ്ട. ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏതാണ്? മാരാർ എന്നതാണ് ബഹുവചന രൂപം അല്ലാത്തത്. പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെയാണ്? പാർവതി ജായയായിട്ടുള്ളവൻ എന്നതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് തന്നിട്ടുള്ളത്. 97 സി ആണ്. 98 സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത് സി ആണ് തന്നിട്ടുള്ളത്. അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. 99ാമത്തെ ചോദ്യം
പ്ര അധികം മാനം എന്ന ശബ്ദങ്ങൾ ചേർത്ത് എഴുതിയാൽ കിട്ടുന്ന രൂപം എന്താണ്? പ്രമാണം എന്നാണ്. പ്രമാണം. നൂറാമത്തെ ചോദ്യം, തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ലാണ് കന്നിപ്പറിക്കലും കടലാട്ടവും ഒരുമിച്ച് എന്നത്. കന്നിപ്പറിക്കലും കടലാട്ടവും ഒരുമിച്ച് എന്നത്. അപ്പൊ 100 ചോദ്യത്തിന്റെയും ആൻസേഴ്സ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ചെക്ക് ചെയ്യുക എത്രത്തോളം വന്നു, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ ഒന്ന് പറയുക. നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചുള്ള ആൻസേഴ്സ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് അനലൈസ് ചെയ്ത ശേഷം പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.